ഉപ്പേരി, തോരൻ, മെഴുക്കുവരട്ടി. പല നാട്ടിലും പല പേരുകളാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റൈലിലുള്ളൊരു ബീൻസ് ഫ്രൈ ആണ്. ഇംഗ്ലീഷിൽ ഇതിനെ ബ്രോഡ് ബീൻസ് എന്നാണ് പറയുന്നത്. ആന്ധ്രയിൽ ഇതിനെ ചുക്കുടുക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ ചുക്കുടുക്കായ ഫ്രൈ. ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദിസ് ഈസ് SK and you're watching SK's Vlogs. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മാസമായി. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ ബീൻസ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തത്. ഈ ഒരു ബീൻസിനെ ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. പയറ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെയാണ് അധികം കണ്ടത്. സോ ഇതിനെ മലയാളത്തിൽ എന്താ പറയുക, ബീൻസ് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറൊരു പേരറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഇപ്പോൾ നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം. വിശാലമായ ബീൻസ്. വിശാലമായ ബീൻസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ വിശാലമായ ബീൻസ്. സോ ഫസ്റ്റ് വെള്ളത്തിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു കടായിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീൻസ് ഇട്ടിട്ട് വേവിച്ചെടുക്കും. നമ്മളുടെ വിശാലമായ ബീൻസ് വിശാലമായി വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം. അതുവരെ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കും. അങ്ങനെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊക്കെ പൊടികളൊക്കെ ചേർക്കാനുണ്ട്. നമ്മൾ ഈ ഒരു കടായിൽ നിന്ന് ഇത് മാറ്റും. ഇപ്പോൾ ഇതിലേക്ക് ജീരകം, കടുക്, ഉഴുന്ന്, പരിപ്പാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. സോ സെയിം കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ലിറ്റിൽ കടുക്, ലിറ്റിൽ ജീരകം, ലിറ്റിൽ പരിപ്പ്, ലിറ്റിൽ ഉഴുന്ന്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. വെള്ളമൊഴിച്ച് വേവിച്ച ഒരു കടായി ആയതുകൊണ്ടാണ് ആ കളറിൽ കാണുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബീൻസ് ചേർക്കാം. ബീൻസ് ഓൾറെഡി കുക്കായതുകൊണ്ട് അധികം നേരം വേണ്ടി വരില്ല. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് ചില്ലി പൗഡർ ചേർക്കാം. ഇതിവിടെ ഗുണ്ടൂർ ചില്ലി പൗഡറാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം. വേണമെങ്കിൽ ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് ചേർക്കാം. പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഈസിയായ ആന്ധ്രാപ്രദേശ് ചുക്കുടുക്കായ ഫ്രൈ, നമ്മുടെ നാട്ടിലെ വിശാലമായ ബീൻസ് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. സോ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. See you all in another video. Bye bye.